കണ്ണൂർ മാടായിലെ വാദി ഹുദ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ആരോപണവുമായി ബി.ജെ.പി. ദേവസ്വം ഭൂമിയും ഗവൺമെന്റ് ഭൂമിയും വാദി ഹുദ സ്കൂൾ കയ്യേറിയെന്നാണ് ആരോപണം. സ്കൂളിന്റെ 6 ഏക്കർ സ്ഥലത്തിന്റെ പകുതിയോളവും ദേവസ്വം ഭൂമിയെന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. സ്കൂളിലേക്ക് നാളെ ബി.ജെ.പി. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. പ്രതികരണത്തിലേക്ക്. ദേവസ്വവുമായിട്ട് നിരവധി കേസുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 67 കേസുകൾ അവിടെ വിവിധ ആളുകളുമായി നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇത് പൂർണ്ണമായും ജനങ്ങൾ വിശ്വസിക്കുന്ന നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ്. അതാ ഞാൻ ചോദിച്ചത്, വാദി ഹുദ സ്കൂളിനകത്ത് അവർക്ക് ഈ 3 ഏക്കറിലധികം സ്ഥലം, ആ സ്ഥലങ്ങൾക്ക് പൂർണ്ണമായും രേഖകളുണ്ടെങ്കിൽ അവർ പ്രസിദ്ധപ്പെടുത്തട്ടെ. നാളിതുവരെ അവർ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. പല ആളുകൾ ആവശ്യപ്പെട്ടതാണ്. മാടായി സംരക്ഷണ സമിതി നടത്തുന്ന നിരവധി പ്രക്ഷോഭങ്ങളുണ്ട്. നോക്കൂ, ഈ ദേവസ്വത്തിൻ്റെ ഈ സ്ഥലം, വാദി ഹുദ സ്കൂളിലേക്ക് ഇന്ന് പോകുന്നൊരു റോഡുണ്ട്. ആ റോഡ് ഒരു രാത്രി കൊണ്ടാണ് അവർ മെറ്റൽ ചെയ്തത്. പൂർണ്ണമായും ദേവസ്വത്തിൻ്റെ സ്ഥലമാണ്. കാലാകാലം മാടായിപ്പാറ പൂരോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പ് നടന്നു വരുന്ന റൂട്ടാണത്. ആ സ്ഥലം റോഡ് ആക്കുകയും അത് ഒരു രാത്രി കൊണ്ട് വാദി ഹുദ സ്കൂളിലേക്ക് ടാർ ചെയ്ത് അവരുടെ സ്വന്തമാക്കി മാറ്റി. അതേസമയം ബി.ജെ.പിയുടെ ആരോപണം തെറ്റാണെന്നാണ് വാദി ഹുദ മാനേജ്മെന്റ് പറയുന്നത്. സ്കൂളിന്റെ 5 ഏക്കർ 77 സെന്റ് ഭൂമി വില കൊടുത്ത് വാങ്ങിയത് 1980-ൽ ഭൂമി വാങ്ങിയത് ഈസ അബ്ദുൾ റഹ്മാൻ സേഠിന്റെ കയ്യിൽ നിന്ന് ഒറ്റ രേഖയായെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. ബി.ജെ.പിയുടെ ആരോപണങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഈസ അബ്ദുൾ റഹ്മാൻ സേഠ് എന്ന് പറയുന്ന ആൾക്ക് 1961-ലാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് അത് ലഭിക്കുന്നത് വലിയ വളപ്പിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ 1925 മുതൽ കൈവശം വെച്ച് വരുന്ന സ്ഥലമാണിത്. 1925-ൽ വലിയ വളപ്പിൽ കൃഷ്ണനും അത് 1961-ൽ ഈസ അബ്ദുറഹ്മാൻ സേട്ടും കൈവശം വെച്ചത് 1980-ലാണ് ഒന്നിച്ച് വാദി ഹുദ വാങ്ങിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാടായി സ്കൂൾ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് 1951-ലാണ് അവർക്ക് ലഭിക്കുന്നത് ദാനമായിട്ട്. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ആ രേഖയിൽ, അവരുടെ രേഖയിൽ പടിഞ്ഞാറുള്ള അതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കിടങ്ങിനെക്കുറിച്ച് തന്നെയാണ്, ഈ മതിൽക്കെട്ടിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാടായി സ്കൂളിൻ്റെ രേഖയിലും വളരെ കൃത്യമായി ഈ ബൗണ്ടറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളെ നമുക്ക് മുഖവിലക്കെടുക്കേണ്ട ആവശ്യമില്ല, നിയമപരമായി അത് നിലനിൽക്കുന്നതുമല്ല എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. മാടായിലാണ് ഈ വിവാദമുണ്ടായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് വാദി ഹുദ സ്കൂൾ. അവർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നാണ്, ദേവസ്വം ഭൂമി കയ്യേറിയിട്ടുണ്ട്, സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത് ബി.ജെ.പി. അതിനാൽ തന്നെ നാളെ അങ്ങോട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വത്തിൻ്റെ ഭൂമിയും വാദി ഹുദ സ്കൂൾ കൈയടക്കിയിട്ടുണ്ട് എന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. ബി.ജെ.പി. നോർത്ത് ജില്ലാ അധ്യക്ഷൻ കെ വിനോദ് കുമാറാണ് ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനയായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരായ വനിതകൾ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതും വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെയും ബി.ജെ.പി. രംഗത്തെത്തിയതാണ്. എന്തായാലും മാടായിപ്പാറയെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുകയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ബി.ജെ.പി. നേരത്തെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ സ്കൂൾ ഭൂമിയും കയ്യേറ്റമാണെന്നാണ് ബി.ജെ.പി. ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത്. സുമേഷ് മോറാഴ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സുമേഷ്, എന്താണ് ഇക്കാര്യത്തിൽ ബി.ജെ.പി. ഉന്നയിക്കുന്ന ആരോപണം? അതിൻ്റെ നിജസ്ഥിതി എന്താണ്? എതിർവാദമായിട്ട് അത് കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണ് എന്നുള്ള വാദമാണല്ലോ വാദി ഹുദ സ്കൂൾ പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തെ ആ പ്രശ്നത്തിന്റെ ഒരു ബാക്കിയല്ലേ? തീർച്ചയായും മഞ്ജുഷ്, മുസ്ലിം മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന ഈ വാദി ഹുദ സ്കൂൾ ഈ ദേവസ്വം ഭൂമി കയ്യേറി എന്നാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഗുരുതരമായ ആരോപണം. അതായത് അവർ പറയുന്നത് ഈ നേരത്തെ ചിറക്കൽ തമ്പുരാനിൽ നിന്നാണ് ഈ പിഠാരൻ സമുദായക്കാർ അവർക്ക് കിട്ടിയ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അത് 3 ഏക്കർ സ്ഥലം വാദി ഹുദ മാനേജ്മെന്റ് വിലക്ക് വാങ്ങി എന്നാണ് ബി.ജെ.പി. പറയുന്നത്. അതിൽ ഇപ്പോഴുള്ള സ്ഥലം എന്ന് പറയുന്നത് 6 ഏക്കർ സ്ഥലമാണ്. ഈ 6 ഏക്കറിൽ 3 ഏക്കർ സ്ഥലം ഈ ദേവസ്വം ഭൂമി വാദി ഹുദ സ്കൂൾ മാനേജ്മെന്റ് കയ്യേറി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഈ ബി.ജെ.പി. ഉന്നയിക്കുന്നത്. അതായത്
വാദിഹുദ സ്കൂൾ അധികൃതർ ഇതിനെ നിഷേധിക്കുന്നുമുണ്ട്. അതായത് പക്ഷെങ്കിൽ അതിൽ കൃത്യമായി വാദിഹുദ മാനേജ്മെന്റ് പറയുന്ന ഒരു വാദം എന്നുള്ളത് സ്വാഭാവികമായും ഇത് 1980 വാങ്ങിച്ച ഭൂമിയാണ്. ഈ ഭൂമി ഈ വലിയ വളപ്പിൽ കൃഷ്ണൻ എന്നയാൾ 1925 മുതൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ്. പിന്നീട് അവരെന്ത് ചെയ്തു, അത് സ്വാഭാവികമായും 1980 ഈ വാദിഹുദ മാനേജ്മെന്റ് വാങ്ങി എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിൽ കൃത്യമായ രേഖകളുണ്ട്. അതിൽ മറ്റു ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന രേഖകളാണ്. വില്ലേജ് ഓഫീസിൽ കൃത്യമായി അതിന് നികുതി അടയ്ക്കുന്ന ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ബൗണ്ടറി ഉണ്ട്, ചുറ്റും അതിലുണ്ട്. അന്ന് വാങ്ങിയ ഭൂമിയിൽ നിന്നും കൃത്യമായി ഒരു തരി ഭൂമി പോലും അധികമായി ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ആ വാങ്ങിയ ഭൂമി എന്ന് പറയുന്നത് 5 ഏക്കർ 77 സെന്റ് സ്ഥലം ഭൂമിയാണ്. ഈ BJP പറയുന്ന ഈ ആരോപണം പൂർണ്ണമായും തെറ്റാണ്. അത് 3 ഏക്കർ സ്ഥലമായിരുന്നില്ല വാങ്ങിയത്. വാങ്ങുന്ന സമയത്ത് 1980 വാങ്ങിക്കുന്ന സമയത്ത് അത് 5 ഏക്കർ 77 സെന്റ് സ്ഥലം തന്നെയാണ്. ആ സ്ഥലത്തിൽ നിന്ന് ഒരു വ്യത്യാസവും ഈ സമയത്തും ആ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള നിയമപരമായ കാര്യങ്ങൾ ആ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ അളവുകൾ സ്വാഭാവികമായി അടുത്ത ദിവസങ്ങൾ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരി സുബേഷ്, എന്തായാലും ഇക്കാര്യത്തിൽ തർക്കം തുടരുകയാണ്. മാടായിൽ ദേവസ്വം ഭൂമിയും അതുപോലെ തന്നെ സർക്കാർ ഭൂമിയും വാദിഹുദ സ്കൂൾ കയ്യേറിയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും സ്കൂളിലേക്കും എന്നും BJP അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ വാദിഹുദ സ്കൂൾ മാനേജ്മെന്റ് നിഷേധിച്ചിട്ടുണ്ട്. മാടായിൽ കഴിഞ്ഞ ദിവസം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിദ്യാർത്ഥി സംഘടന പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിനെതിരെയും BJP അന്ന് രംഗത്തെത്തിയതാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തിരികെ എത്താം.